എല്ലാവരും അങ്ങനെ ദൃഢവിശ്വാസികളല്ല, ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ 150 അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്ന ആൾക്കാരില്ലേ, അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യം എന്താ? അവരുടെ അവിടെയുള്ള ഒരു അമ്പലം, അവരാദ്യം പോയി പ്രാർത്ഥിച്ച അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ ദേവനിൽ അല്ലെങ്കിൽ ദേവിയിൽ അവർക്ക് വിശ്വാസമില്ല. കാര്യം നടന്നില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങനെ കൊള്ളില്ല. അതുകൊണ്ട് അടുത്ത അമ്പലത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ അമ്പലത്തിൽ, വലിയ അമ്പലത്തിൽ, അങ്ങനെ പോയി അമ്പലങ്ങളും വലുതാകുന്നു. കാരണം ഇങ്ങനെ ലോക്കൽ ദൈവങ്ങളിൽ നിരാശരായ ആൾക്കാർ ലോക്കൽ ശാസ്താവിനെ തൊഴുതിട്ട് നടന്നില്ല. അതുകൊണ്ട് ശബരിമല ശാസ്താവിന് ആസിഫ് ശാസ്താവ് വലുതും ചെറുതുകൊണ്ട് ഒക്കെയുള്ള ഇങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം. ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ കുറ്റം പറയുകയില്ല, മനുഷ്യൻ്റെ മനസ്സ് ചലിക്കുന്ന മാർഗങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അതിൽ നിന്ന് മുതലെടുക്കുന്ന ആൾക്കാർ, അതാണ് ഈ മതപരിവർത്തനം പ്രധാനമായിട്ട്. കേരളത്തിൽ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ അന്തം വിട്ടു പോകും.